ഹലോ ഗെയ്സ്, ഇന്ന് ഞാൻ നിൽക്കുന്നത് കോട്ടൂരുള്ള ആന പുനരധിവാസ കേന്ദ്രത്തിലാണ്. കോട്ടൂരിൽ നിന്നും 1.5 കിലോമീറ്റർ മാറി കാപ്പുകാട് എന്ന സ്ഥലത്താണ് ഈ ആന പുനരധിവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ട്രിവാൻഡ്രത്തുനിന്ന് 35 കിലോമീറ്ററും നെടുമങ്ങാട് നിന്ന് 22 കിലോമീറ്ററാണ് നമ്മുടെ ഗൂഗിൾ മാപ്പിലൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനുള്ളിലെ കാഴ്ചകളും എല്ലാം നമുക്കിനായി വീഡിയോയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു വലിയ കൂട്ടിൽ ഒരു ചെറിയ ആനയെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ രാവിലെ ആയിരുന്നു പോയത്. ഏകദേശം ഒരു 8-9 മണിയൊക്കെ ആയി കാണാം. അപ്പോൾ ആനയ്ക്കൊക്കെ ഫുഡ് കൊടുക്കുന്ന സമയമായിരുന്നു. അതൊക്കെ കണ്ടതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ കാണാൻ പോയി. നമ്മൾ പോകുന്ന വഴികളെല്ലാം നല്ല പച്ചപ്പ് നിറഞ്ഞ ആയിരുന്നു. അതിന് പുറമെ നല്ല ഫ്രഷ്നെസ്സൊക്കെയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. നമ്മൾ പോകുന്ന വഴിക്ക് ഒരു നദി ഉണ്ടായിരുന്നു. അതിലൊക്കെ ഇറങ്ങി കാലൊക്കെ നനച്ചു. നല്ല തണുപ്പായിരുന്നു. ഈ നദിയും ഈ കാഴ്ചകളെല്ലാം ഫോറസ്റ്റിന് ഉള്ളിലുള്ള കാഴ്ചകളായിരുന്നു. ഈ കാണുന്നതെല്ലാം നമ്മൾ മെയിൻ എൻട്രൻസിൻ്റെ കാഴ്ചകളാണ്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ നല്ല കഫ്റ്റേരിയയും ആനയ്ക്കുള്ള കിച്ചനും അതൊക്കെയാണ് കാണാൻ സാധിക്കുന്നത്. ഈ കാണുന്നതാണ് ആനയുടെ കൂട്. ആനയ്ക്ക് ആവശ്യമായ എല്ലാ സൗകര്യവും ഈ കൂട്ടിൻ്റെ അകത്ത് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വെള്ളമായാലും ഭക്ഷണമായാലും എല്ലാം ഈ കൂട്ടിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആനയ്ക്ക് ആവശ്യമായ ഓനയും പട്ടയൊക്കെ ആന തന്നെ എടുത്ത് കൂട്ടി വയ്ക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ മനോഹര കാഴ്ചകൾ കണ്ടതിന് ശേഷം ഇവരുടെ തന്നെ ബോട്ടിംഗ് സർവീസ് ഉണ്ട്. ചങ്ങാടം, കുട്ടവഞ്ചി, പെഡൽ ബോട്ട് അങ്ങനെയൊക്കെ സൗകര്യങ്ങൾ ഇവിടെ ഇവർ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ബഡ്ജറ്റ് റേറ്റൊക്കെയാണ് ഇത് ചാർജ് ആവുന്നത്. അതിനുശേഷം ഇതേപോലെ ഒരു പുസ്തക കൂടുണ്ട്. അവിടെ നിന്ന് പുസ്തകമൊക്കെ എടുത്ത് ഇതേപോലെ അവിടെ ഇരിക്കാനൊക്കെ സൗകര്യമുണ്ട്. ഇതേപോലെ മനോഹരമായ കാഴ്ച കണ്ട് പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടിരിക്കാം. ഇതിൻ്റെ ഉള്ളിലെ മെയിൻ വ്യൂ പോയിൻറ്റും കൂടിയാണ് ഈ സ്ഥലം. മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഏകദേശം ഒരു 10:30 ആയി കാണും. 10:30 ആകുമ്പം ഇതേപോലെ ആനകളൊക്കെ കുളിക്കാൻ ഇറങ്ങുന്ന ടൈമാണ്. അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് യാത്രയായി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.